നമസ്കാരം, ദിവ്യാസ് കറി ഹൗസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ബട്ടർ ചീസ് പ്രോൺസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെയാണത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചെമ്മീനിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം വയ്ക്കാം. അതിനുശേഷം ചൂടായ പാനിലേക്ക് ബട്ടർ ചേർത്ത് നമുക്ക് പ്രോൺസ് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പ്രോൺസ് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ വീണ്ടും അല്പം കൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് ബട്ടറിൽ കിടന്ന് നന്നായി മൂത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് സവോളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ക്രഷ്ഡ് ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ചില്ലി പൗഡർ നന്നായി മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ആ പ്രോൺസ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. ഒറിഗാനോ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് ഒറിഗാനോയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അല്പം ചേർക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഈ ഡിഷിൻ്റെ ഒരു സ്റ്റൈൽ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സ്ലൈസ് ചീസും 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിന് പകരം നമുക്ക് പാലായാലും ചേർക്കാം കേട്ടോ. ചീസ് കട്ടയാവാതെ അതൊന്ന് ജ്യൂസി ആയി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുകൂടി ചേർത്ത് കൊടുക്കുന്നത്. ഫൈനലി അല്പം കുരുമുളക് പൊടി കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ അടിപൊളി ബട്ടർ ചീസ് പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയുടെ റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.